ശ്രീ വെള്ളാപ്പള്ളി നടേശനെ SNDP ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കി എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പഴുതടച്ച് ഉള്ള ഒരു വിധി പ്രസ്താവമാണ്, അല്ലെങ്കിൽ ഇതിന് പിറകെ സ്റ്റേ കൊടുത്ത് അദ്ദേഹത്തിന് ആ പദവിയിൽ തന്നെ നിലനിർത്തില്ല എന്നുണ്ടെങ്കിൽ ഈ നിമിഷത്തിലെ ഏറ്റവും സന്തോഷകരമായ വാർത്തയാണിത്. എല്ലാ മേഖലകളിലും, സമസ്ത മേഖലകളിലും അപജയം നടന്നു കഴിഞ്ഞു. രാഷ്ട്രീയ മേഖല, സാംസ്കാരിക മേഖലയിൽ എല്ലാം തന്നെ ച്യുതി സംഭവിച്ചിട്ടുണ്ട്. സാൻമാർഗികമായിട്ടുള്ള ച്യുതിയും ഉണ്ട്. കച്ചവടത്തിലാണെങ്കിലും അതെ, വിദ്യാഭ്യാസത്തിലാണെങ്കിലും അതെ, മനുഷ്യബന്ധങ്ങളിലും എല്ലാ അർത്ഥത്തിലും ച്യുതി ദിനംപ്രതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി സംഭവിക്കാനോ ഒന്നുമില്ല എന്ന തരത്തിൽ ലോകം എത്തപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. പരിഭാവനമായി നാം കണക്കാക്കിയിരുന്ന പലയിടങ്ങൾ, അത് വർക്കല ശിവഗിരി മഠമാവട്ടെ, അതല്ലെങ്കിൽ ബൈബിൾ, ക്രിസ്ത്യാനിറ്റി ആവട്ടെ, ഈവൻ ബുദ്ധിസം ടു എൻ എക്സ്റ്റെൻറ്റ് വരെ, ബുദ്ധിസം ആവട്ടെ, എല്ലാത്തിലും തൽപര കക്ഷികളുടെ ഇടപെടലുകളും നുഴഞ്ഞുകയറ്റവും നടന്ന് അതൊക്കെ തന്നെ ഡിസ്റ്റോർട്ടഡായി, വികൃതമായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, വളരെ ഉത്കടമായി ആഗ്രഹിക്കുന്നുണ്ട്, ഒരു റിനൈസൻസ്, ഒരു റിവൈവൽ വരണം. ഏതൊക്കെ കാലഘട്ടത്തിൽ വളരെ അധികം അധപതിച്ചിരിക്കുന്നൊരവസ്ഥ എത്തപ്പെട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ തന്നെ ഒരു റിനൈസൻസ് ഉണ്ടായിട്ടുണ്ട്, ഒരു റിവൈവൽ ഉണ്ടായിട്ടുണ്ട്, ഒരു നവീകരണം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ഒരു കെട്ടകാലം അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ശ്രീനാരായണ ഗുരു സമൂഹത്തിൽ ഇടപെട്ടതും തുടർന്ന് അതിൻ്റെ പരിണതഫലമായിട്ടാണ് SNDP സംഘടനകളൊക്കെ തന്നെ രൂപീകൃതമായതും. അത്രയും അധകൃതരുടെ ഉന്നമനത്തിന്, അതായത് ഈഴവരുടെ എന്ന് മാത്രം പറഞ്ഞിട്ടില്ല, എന്നാൽ എല്ലാവരുടെയും ഉന്നമനത്തിന്, ഡൗൺ ട്രോഡനായിട്ടുള്ള ആൾക്കാർ, അധകൃതരുടെ ഉന്നമനത്തിന് വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമായിരുന്നു. പിന്നീട് പോകെ അത് ഈഴവരുടെ മാത്രം കയ്യിൽ ചെന്ന് പെടുകയും അതുകൊണ്ട് തന്നെ ഒരു ജാതിയുടെ സമുദായത്തിൻ്റെ ഒരു സംഘടനയായി ചുരുങ്ങുകയും, അതുകൊണ്ട് ആ സമുദായത്തിൻ്റെ തൊഴുത്തിൽ കൊണ്ട് എന്നെ കെട്ടണത് എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഈ സമുദായത്തിൻ്റെ തൊഴുത്തിൽ നിന്ന് എന്നെ ലിബറേറ്റ് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ അദ്ദേഹം SNDPയുടെ നായകസ്ഥാനത്ത് നിന്ന് ഒഴിയുകയും ചെയ്തിട്ടുണ്ട്. അദ്വൈതാശ്രമത്തിൽ വെച്ച് തന്നെ നമുക്ക് ജാതിയില്ല വിളംബരം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും പരിഭാവനമായ വലിയ ആൾക്കാരാണ് SNDPയുടെ തലപ്പത്തിരുന്നിട്ടുള്ളത്. ശ്രീനാരായണ ഗുരു, കുമാരനാശാൻ, പിന്നെ അതുപോലത്തെ നീണ്ട നിരയാണ്, പ്രതിഭാധനരായിട്ടുള്ള ആൾക്കാരുടെ നീണ്ട നിര തന്നെ ആ പദവിയിൽ ഇരുന്നിട്ടുള്ളതാണ്. അവിടെയാണ് നമ്മുടെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ കയറിപ്പറ്റിയത്. അങ്ങനെ ഇപ്പോൾ വിദ്യാഭ്യാസം, മുണ്ടശ്ശേരി ഇരുന്ന കസേരയിൽ ഇപ്പം ശിരോമണികളാണ് ഇരിക്കുന്നത്. ഇപ്പോഴത്തെ മന്ത്രിയല്ല ഉദ്ദേശിച്ചത്, ഇപ്പോഴത്തെ മന്ത്രി അല്ലെങ്കിൽ കഴിഞ്ഞുപോയ മന്ത്രിമാരും എല്ലാം ഉദ്ദേശിച്ചത് ഒരു സാമാന്യമായി പറഞ്ഞതാണ്. അങ്ങനെ ഓരോ പദവിയിലും ആ പദവിക്ക് യോഗ്യരല്ലാത്ത, ഒട്ടും അയോഗ്യരായിട്ടുള്ള ആൾക്കാർ കയറിപ്പറ്റി അതിൻ്റെ ഫലമായി അതാത് വകുപ്പും അതാത് സംഘടനകളും വളരെയധികം നിലവാരമില്ലാത്തതായിപ്പോയി. അതിൻ്റെ മൂല്യച്യുതിയൊക്കെ സംഭവിച്ചു. അതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് SNDP.
SNDP എന്തിനു വേണ്ടിയാണോ സ്ഥാപിതമായത് അതിനെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങി. ആ ആ ആ പദവിയിൽ ഇരുന്നു കൊണ്ട് ജാതി ചോദിക്കരുത് പറയരുത് എന്ന് പറഞ്ഞ ആ മഹാൻ്റെ പേരിലുള്ള പ്രസ്ഥാനത്തിൻ്റെ നായകസ്ഥാനം വഹിച്ചുകൊണ്ട് തന്നെ വർഗീയത വിളമ്പാൻ അദ്ദേഹം തുടങ്ങി. അദ്ദേഹത്തിന് വർഗീയത ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടൊന്നുമല്ല, അദ്ദേഹത്തിന് ജാതീയത ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത് ആകെയുള്ളത് സ്വത്ത് സമ്പാദനം മാത്രമാണ്, വെൽത്ത് എക്യുമുലേഷൻ മാത്രമാണ്. അതിനുവേണ്ടി അദ്ദേഹം ജാതിയെയും സമുദായത്തെയും കൂട്ടുപിടിക്കുകയും പിന്നീട് ഒരു 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 പടി കൂടിക്കയറി വർഗീയത വിളമ്പാനും അവനവൻ്റെ ഭാഗം സുരക്ഷിതമാക്കാൻ അവനവനെതിരെയുള്ള കേസുകളൊക്കെ അനുകൂലമായിട്ടുള്ളൊരു വിധി നേടാൻ വേണ്ടി ജാതിയെയും മതത്തെയും പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടികളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഇസ്ലാം വിരുദ്ധത പറയുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തനിക്കെതിരായിട്ടുള്ള കേസുകളെല്ലാം തന്നെ ഒഴിഞ്ഞു പോകുമെന്ന് അദ്ദേഹം കരുതുകയാണ് ഉണ്ടായിട്ടുള്ളത്. കരുതുകയല്ല, ഉറപ്പിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ കോടതിക്ക് മുന്നിൽ വന്ന തെളിവുകളെല്ലാം തന്നെ ഇദ്ദേഹത്തിന് എതിരായിരുന്നു. കാലാകാലങ്ങളായിട്ട് അദ്ദേഹം കൃത്യമായി ഓഡിറ്റിംഗ് നടത്തിയിട്ടില്ല, കണക്കുകൾ ഹാജരാക്കിയിട്ടില്ല, കണക്കുകൾ പുറം ലോകത്തെ അറിയിച്ചിട്ടുമില്ല. അത് തൻ്റെ ഒരു കുടുംബ ട്രസ്റ്റാക്കി മാറ്റി അദ്ദേഹം കൊണ്ടുനടക്കുകയായിരുന്നു. കമ്പനി ആക്ട് പ്രകാരം എന്താ പറയുക, കമ്പനി നിയമപ്രകാരം അല്ല അത് കൊണ്ടു നടന്നിട്ടുള്ളതും എന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു. മാത്രമല്ല ഇത് ഇദ്ദേഹത്തിൻ്റെ സാനുമാഷിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പാണ് ഇദ്ദേഹത്തിൻ്റെ ഏകാധിപത്യത്തിനെതിരായും സാമ്പത്തിക ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചും കോടതി സമക്ഷം ഈ പരാതി സമർപ്പിച്ചത്. ദീർഘകാലമായിട്ടുള്ള നിയമയുദ്ധത്തിൻ്റെ ഫലമായി അദ്ദേഹത്തിന് എതിരായി അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് നീങ്ങണമെന്ന് കോടതി ഉത്തരവിട്ടു. ശരിക്കു പറഞ്ഞാൽ അവിടെ ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ള ജനാധിപത്യപരമായ രീതിയല്ല SNDP ഉണ്ടായിരുന്നത്. ഇദ്ദേഹം ജനറൽ സെക്രട്ടറിയേറ്റ് വർഷങ്ങൾ 10-15-20 വർഷത്തോളമായിട്ടുണ്ട്. അവിടെ ഒരാൾക്ക് ഒരു വോട്ട് എന്ന രീതിയിലുള്ള യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന രീതിയിൽ ജനാധിപത്യപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പല്ല നടന്നിരുന്നത്. അത് പ്രാതിനിധ്യ വോട്ടാണ്. പ്രാതിനിധ്യ വോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ ഓരോ യൂണിയനിലും ഇദ്ദേഹത്തിൻ്റെ അനുകൂലികളെ അറേഞ്ച് ചെയ്തിട്ട് വോട്ട് ചെയ്യിപ്പിക്കുന്നൊരു രീതിയായിരുന്നു. ബഹുഭൂരിപക്ഷം വരുന്ന ശ്രീനാരായണ ഗുരു ഫോളോവേഴ്സ്, പിൻഗാമികൾക്ക് അല്ലെങ്കിൽ ഫോളോവേഴ്സിനെ അവർക്കൊന്നും വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിട്ടില്ല. അവരുടെ ഒന്നും വോയിസ് റെപ്രസെൻറ്റഡ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം കിരീടം വയ്ക്കാത്തൊരു രാജാവായി അങ്ങനെ നീണാൽ വാണു. ഇനി കോടതി MK സാനു മാസ്റ്ററൊക്കെ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളൊക്കെ തന്നെ കോടതി ശരിവെക്കുകയും SNDP ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് അദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ തുടരാൻ യോഗ്യനല്ല എന്ന് കണ്ടെത്തുകയും അതിനനുസരിച്ചിട്ടുള്ള വിധി പ്രസ്താവിക്കുകയും ചെയ്തു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ തുഷാർ വെള്ളാപ്പള്ളി, അദ്ദേഹത്തിൻ്റെ മകനായ തുഷാർ വെള്ളാപ്പള്ളി വൈസ് പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി നമ്പർ ഒന്നും തന്നെ വാലിഡ് അല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും ആ പദവിയിൽ തുടരാൻ അർഹതയില്ല, യോഗ്യതയില്ല എന്ന് കോടതി കണ്ടെത്തി. മാത്രമല്ല അവിടെ MN സ്വാമി ഉൾപ്പെടെയുള്ള ഭരണസമിതിയെ പിരിച്ചുവിടുകയും ചെയ്തു. ഇനി പുതിയ ഭരണസമിതിയാണ്. ഇത് വലിയൊരു വിജയമാണ്, വലിയൊരു നാഴികക്കല്ലാണ് കോടതി വിധി ശരിയായ രീതിയിൽ നടപ്പാക്കുകയാണെങ്കിൽ. പക്ഷേ ഇനി ഇത് വിധി എക്സിക്യൂട്ടീവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇദ്ദേഹത്തിന് ഡിവിഷൻ ബെഞ്ചിനോ, ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെയോ സുപ്രീം കോടതിയോ സമീപിക്കാം.
അങ്ങനെയാണെങ്കിൽ അയാൾക്ക് അദ്ദേഹത്തിന് സ്റ്റേ കിട്ടുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ വിധിക്ക് ഒരു അർഹതയില്ല. അങ്ങനെ ഒരു സ്റ്റേ കൊടുക്കുന്നത് ഇത്രയും വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരാൾ കുറ്റക്കാരനെന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ട് ഈ വിധി അദ്ദേഹത്തിന് ഇളവ് കൊടുക്കുകയും, ചിലപ്പോൾ പറയുന്നത് സാങ്കേതിക തകരാറാണ്, ഈ കമ്പനി നിയമപ്രകാരമുള്ള അയോഗ്യത സാങ്കേതിക പിഴവാണ്, അത് പരിഹരിക്കാനുള്ള സമയം വേണം എന്നൊക്കെ ആവശ്യപ്പെട്ടായിരിക്കും കൊടുക്കുക. അദ്ദേഹം അപ്പീൽ കൊടുക്കുക. അപ്പീൽ എന്നുള്ളത് ഒരു മൗലിക അവകാശമാണ്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ അതിനുള്ള സമയം അനുവദിക്കേണ്ടതായിട്ട് വരും. കാരണം പെട്ടെന്നൊരു ഭരണസ്തംഭം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, സ്തംഭനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാനായിട്ടാണെന്ന് പറഞ്ഞാൽ കോടതി ചിലപ്പോൾ അത് ശരിവെക്കുകയും ചെയ്യും. പക്ഷേ ഈ കാലയളവിൽ അഡ്മിനിസ്ട്രേറ്റർ വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭരണസമരത്തിന് സാധ്യതയൊന്നും ഉണ്ടാവില്ല. കാരണം പിന്നെ എല്ലാം തന്നെ റിട്ടയർഡ് ജഡ്ജി ആയിരിക്കും ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയും. പിന്നെ അദ്ദേഹത്തിൻ്റെ കീഴിലായിരിക്കും എല്ലാ കാര്യങ്ങളും. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം തന്നെ എത്രയും പെട്ടെന്ന് കോടതി പറഞ്ഞിട്ടുള്ളത് ജനാധിപത്യപരമായിട്ടുള്ള ഒരാൾക്ക് ഒരു വോട്ട് എന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്റ്റേ കൊടുക്കേണ്ട ആവശ്യവുമില്ല. എന്നാലും പണത്തിൻ്റെ മിടുക്കൊണ്ടൊക്കെ കോടതി സ്റ്റേ ചെയ്യുകയാണെങ്കിൽ അത് പൊതുസമൂഹത്തിന് തെറ്റായ സന്ദേശമായിരിക്കും നൽകുക. കാരണം നടപ്പിലാക്കിയാൽ മാത്രം പോരാ, വിധി നടപ്പിലാക്കുന്നുണ്ടെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുക കൂടി വേണം. എന്നാലേ നിയമവാഴ്ചയുണ്ടെന്ന് ജനങ്ങൾ ധരിക്കുകയുള്ളൂ. ഇപ്പം ഇദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പോൾ NDAയുടെ ഭാഗമായിട്ടുള്ള BJDSൻ്റെ ലീഡർ. BJDS അദ്ദേഹം തന്നെ ഇവിടെ നിന്ന് പുറത്താക്കുന്നതോടുകൂടി BJDS എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബ പാർട്ടി പോലെയാണ്. ആ പാർട്ടി തുഷാർ വെള്ളാപ്പള്ളിയുടെയും കാര്യം പരിങ്ങലിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇദ്ദേഹത്തിന് ഇത്രയും വലിയ കുറ്റങ്ങൾ അല്ലെങ്കിൽ നിലവിൽ കോടതിയിൽ വലിയൊരു സാമ്പത്തിക ക്രമക്കേട് നടത്തിയ ഒരു മനുഷ്യനെ കോടതിയിൽ കേസിരിക്കെ, കീഴ്ക്കോടതികളും മറ്റതൊക്കെ ശരിയാണെന്ന് പറഞ്ഞ് ഹൈക്കോടതി വരെ എത്തിയിട്ടുള്ളൊരു കേസാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്കാണ് ഭാരതത്തിൻ്റെ പരമോന്നത ബഹുമതിയായ പത്മവിഭൂഷൺ കൊടുത്തത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇത്രയും വലിയ പരമോന്നത പദവിയോട് ഇങ്ങനൊരു അനാദരവ് ഭാരത സർക്കാർ കാണിക്കാൻ പാടില്ലായിരുന്നു. ഈ സുപ്രീം കോടതി പോയി ഇദ്ദേഹത്തിന് ഏതർത്ഥത്തിലാണ് സ്റ്റേ കൊടുക്കുന്നതും ഇദ്ദേഹത്തിന് ഏതർത്ഥത്തിലാണ് വെറുതെ വിടുന്നതും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ നിയമവാഴ്ചയില്ല എന്നുള്ളത്. നമുക്കൊരു റിവൈവലിൻ്റെ ആവശ്യമാണ് സമസ്ത മേഖലയിലും. സാഹിത്യത്തിലാവട്ടെ, വാളെടുത്തവർ തുള്ളക്കാരായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. രാഷ്ട്രീയത്തിലാകട്ടെ സംശുദ്ധമായ നേതാക്കന്മാരില്ല. അവിടെയും ഒരു അപജയം തന്നെയാണ്. എല്ലാ ദിക്കിലുമുള്ളൊരു അപജയമാണ്. ഇതിന്നൊക്കെ മാറി ഒരു റിവൈവൽ ഉണ്ടാവും എന്ന് ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി ഇന്ന് രാവിലെ സംസാരിച്ചപ്പോൾ, റിവൈവൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഒരു റിവൈവൽ ഉണ്ടാവുകയാണെങ്കിൽ എത്രയും നല്ലത്. ജനാധിപത്യം പുലരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.